ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിവിടെ ഞാനൊരു കിടിലനായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കോവയ്ക്കയും വാളാരങ്ങയും കൂടിയുള്ള ഒരു ഉപ്പേരിയാണ്, ഒരു കിടിലൻ ഉപ്പേരിയാണ് കേട്ടോ. ഇത് നല്ല സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. നമ്മൾ ചോറൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഈ ഒരു ഉപ്പേരി കഴിക്കുകയാണെങ്കിൽ വെയിറ്റൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇപ്പോൾ നമുക്കിവിടെ കോവയ്ക്കയും വാളാരങ്ങയും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇപ്പോൾ വീട്ടിലുണ്ടായ കോവയ്ക്കയും വാളാരങ്ങയും കൊണ്ടാണ് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതിന് വേറെ ഒന്നും വേണ്ട. കോവയ്ക്ക് വേണം, വാളാരങ്ങ വേണം, പിന്നെ ഒരു സബോള വേണം. ഇത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് കോവയ്ക്കയും വാളാരങ്ങയും ഇതവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക നമ്മൾ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട്. കാരണം കോവയ്ക്ക, ആ ഒരു പഴുത്ത കോവയ്ക്ക കൂടി ഞാനിതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പഴുത്ത കോവയ്ക്ക് ഒരു പുളിപ്പുണ്ടാവും, കഴിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. ഈ ഉപ്പേരിയിൽ ഒരു ചെറിയ പുളി രസമൊക്കെ വരുമ്പോൾ അതൊരു നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് വാളാരങ്ങയാണെങ്കിൽ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിന് വാളാരങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേറൊരു ടൈപ്പ് ടേസ്റ്റാണ് കേട്ടോ. കാരണം ഒരു ഫ്ലഷിയാണിത്. നമ്മൾ നോർമൽ അവരയ്ക്കൊന്നും കഴിക്കുന്ന പോലെയല്ല, ഒരു ഫ്ലഷി ടൈപ്പിൽ കുറച്ചുകൂടി നല്ല കട്ടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേറെ ഒന്നുമില്ല. നമുക്കിനി നേരെ പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് എണ്ണയാണോ ഉള്ളത് ആ എണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വെളിച്ചെണ്ണൻ്റെ അളവ് കൂടെ ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ പിമ്പിൾസോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് യൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് സബോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സബോള വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു മീഡിയത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പൊടിപ്പൊടിയായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഒരു മീഡിയത്തിൽ കട്ട് ചെയ്ത് നന്നായി ഒന്ന് എടുക്കാനാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഓയിലിൽ കിടന്ന് തന്നെ അത് നന്നായി ഒന്ന് വഴണ്ടി വരട്ടെ. കുഴപ്പമൊന്നുമില്ല, നല്ല കിടിലനായിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സവോളയൊക്കെ ആയപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അയൺ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ്, നമുക്ക് ഹെൽത്ത് വൈസ് നല്ലതാണ്. പിന്നെ നമ്മൾ അതിലോട്ട് കാന്താരി മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാന്താരി മുളകിൻ്റെ പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് കാന്താരി മുളക് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ കാന്താരി മുളക് ഉണക്കിയതിന് ശേഷം പുഴുങ്ങിയിട്ട് ഉണക്കി അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉണങ്ങിയ കാന്താരി മുളക് എന്ന് പറയുമ്പോൾ ആ ഒരു ചുവന്ന കാന്താരി ഇല്ലേ, നമുക്കത് പഴുത്ത കാന്താരി, അതിനെയാണ് കേട്ടോ നമ്മൾ പുഴുങ്ങിയിട്ട് ഉണക്കി പൊടിക്കുന്നത്. നമുക്ക് സാധാരണ മുളക് പൊടിയും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ വാങ്ങുന്ന മുളക് പൊടി നമുക്ക് വറമുളക് വറുത്ത് പൊടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മണമൊക്കെ കിട്ടും. നമ്മളിപ്പോൾ കറി വയ്ക്കുമ്പോഴാണെങ്കിലും ഉപ്പേരി വയ്ക്കുമ്പോഴാണെങ്കിലും ഒക്കെ നന്നായിട്ടൊരു മണം കിട്ടാനായിട്ട് ഈ വറമുളകൊന്ന് വറുത്ത് പൊടിച്ചാൽ നല്ലതാണ്. നോർമൽ നമ്മൾ വറുത്ത് പൊടിക്കാനൊന്നും ടൈമില്ലാത്ത ആളുകളാണെങ്കിൽ സാധാരണ മുളക് പൊടിയാണെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ മുളക് പൊടി വർഗ്ഗങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും നമുക്കിത് അങ്ങനെ ആവേണ്ട കാര്യമില്ല, കരിഞ്ഞ മണം വരും. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വാളാരങ്ങയും അതുപോലെ തന്നെ കോവയ്ക്കയും രണ്ടും നമ്മളിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുമായിട്ടൊന്ന് നന്നായി മിക്സ് ആവണം. നമ്മൾ ഇട്ട് കൊടുത്ത പൊടിവർഗ്ഗങ്ങളൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് ഈ കോവയ്ക്ക് മിക്സ് ആവാനായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി വെക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇപ്പിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോവയ്ക്കൻ്റെയും കൂടി ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കോവയ്ക്കും വാളാരങ്ങയും ആ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അളവിനനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിലൊന്ന് പിടിക്കാനായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. കാരണം ആ ഒരു പഴുത്ത കോവയ്ക്കൻ്റെ ആ ഒരു റെഡ് കളറും
അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറും വാളാരങ്ങിയും എല്ലാം കൂടി വരുമ്പോണ്ടല്ലോ കിടു ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിന്. അതുപോലെ തന്നെ ഈ ലുക്ക് പോലെ തന്നെയാണ് ഹെൽത്ത് വൈസും നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. വാളാരങ്ങിയാണെങ്കിലും കോവയ്ക്കാണെങ്കിലും വാളാരങ്ങൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ചെടി എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ നമ്മുടെ വീട്ടിലുള്ളതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാളാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കേടൊന്നും വരാത്തൊരു ചെടിയാണ് കേട്ടോ. ഒരുപാട് നമുക്കതിന് കേട് ബാധിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കെയർ നമുക്ക് ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. നിറയെ വാളാരങ്ങ, ഒരു ചെറിയ ചെടി തന്നെ നമുക്ക് നിറയെ വാളാരങ്ങ കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് നല്ലതാട്ടോ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായി ഒന്ന് നല്ല ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കലുണ്ടാവില്ല, അത് തടയാനായിട്ടാണ്. പിന്നെ നമുക്കൊന്ന് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായി ഒന്നാവട്ടെ. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പൊസിഷനിലാവും. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ, ഇതിന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. അതിനായിട്ട് കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. നമ്മുടെ വാളരങ്ങയാണെങ്കിലും അതുപോലെ തന്നെ കോവയ്ക്കൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഒരു ഹാഫ് ബോയിൽ മതിയാവും. പെട്ടെന്ന് വേവുന്ന ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ല കിടിലനായിട്ട് ഇതായിട്ടുണ്ട്. ഇതാണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മുടെ കിടിലൻ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എന്ത് മണം വരുന്നുണ്ട് എന്നറിയോ, അടിപൊളി മണമാണ്, സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ കിടു ആയിട്ടുള്ള കറിവേപ്പില നമ്മളിതിലോട്ട് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കറിവേപ്പിലിൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോസിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറിവേപ്പിലയൊക്കെ കറിയിലാണെങ്കിലും അതുപോലെ തന്നെ ഉപ്പേരിയിലാണെങ്കിലും കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തു. നമ്മുടെ ഐറ്റം കിടു ഐറ്റം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ചൂടോടെ ഇങ്ങനെ എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ, ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നില്ല, ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ ആയതും എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ നല്ല കിടു ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി. ഇനി ഒരു പ്ലേറ്റിലോട്ട് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ കിടിലൻ കറി നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ. ഒരു കളറൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും കിടുവാണ്. കോവയ്ക്കൻ്റെ വൈറ്റമിനൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വാളാരങ്ങൻ്റെ വൈറ്റമിനും അതിലുള്ള നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെ ഏത് വെജിറ്റബിൾ ആണെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കുക. നമുക്ക് ഓയിലൊക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ച് പുഴുങ്ങിയ ടൈപ്പിൽ നമ്മൾ ഉപ്പേരി വെച്ചിട്ട് കഴിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല ഗുണങ്ങളായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ കാന്താരി മുളകിൻ്റെ പൊടിയൊക്കെ നമ്മൾ മാക്സിമം ഉണ്ടാക്കി വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാന്താരി മുളക് പച്ചയാണെങ്കിലും കട്ട് ചെയ്തിടാം. പക്ഷെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. കാരണം അത് കടിച്ചു കഴിഞ്ഞാൽ നല്ല എരിവായിരിക്കും കുട്ടികൾക്ക്. അപ്പോൾ കാന്താരി മുളകിൻ്റെ പൊടിയാവുമ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു കടിക്കേണ്ട ഒരു അവസ്ഥ വരാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ആവശ്യത്തിന് നോക്കിയിട്ടാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ കാന്താരി മുളകിൻ്റെ പൊടി ഇട്ടത്. അപ്പോൾ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ. ബൈ ബൈ.